ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ പഞ്ചമി വഴിപാടിനെക്കുറിച്ച് നമ്മുടെ മറ്റൊരു ചാനലായ ആത്മീക യാത്രയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കാരണം നാളെ വളർപ്പിറ പഞ്ചമി ദിവസമാണ്. ഈ ദിവസത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു എളിയ വഴിപാടിനെക്കുറിച്ച് ആ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് ആ ചാനലിലേക്ക് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ദൃഷ്ടിദോഷമാണ്. അതുപോലെ തന്നെ ശത്രുദോഷം എന്നും പറയും. നമ്മൾ എത്ര തന്നെ പണം സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ പണം തങ്ങി നിൽക്കുകയില്ല. അതുപോലെ തന്നെ പാഴ്ചിലവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല, കാര്യമായി ഒരു അസുഖങ്ങളും ഇല്ലെങ്കിലും എപ്പോഴും ക്ഷീണം, സദാസമയവും കിടന്നാൽ മതിയെന്ന് ജോലിക്ക് പോകുവാനോ അതല്ലെങ്കിൽ വീടുകളിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുവാൻ പോലുമോ സാധിക്കാതെ വരിക. മാത്രമല്ല, മക്കൾക്ക് ഇടയ്ക്കിടെ പനിയോ ജലദോഷമോ എന്തെങ്കിലും ഒരു അസുഖം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകുവാൻ മാത്രമേ സമയമുള്ളൂ എന്ന് കരുതുക. 100 രൂപ വരുമാനം വരികയാണെങ്കിൽ 500 രൂപ ചിലവ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു രീതി. എങ്ങനെയെങ്കിലും ഈ പാഴ്ചിലവുകളെല്ലാം കുറയ്ക്കണമെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് പാഴ്ചിലവുകൾ കുറയ്ക്കുവാൻ സാധിക്കുക മാത്രമല്ല, മറിച്ച് ആ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടേ വന്നിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ വീടുകളിൽ ഏതൊരു കാര്യം തൊട്ടാലും നമുക്ക് തടസ്സങ്ങൾ മാത്രം. ഉദാഹരണത്തിന്, ഒരു ജോലിക്ക് വേണ്ടി കുറേയേറെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതുവരെയും ഒന്നും ശരിയാകുന്നില്ല. എല്ലാ പേപ്പറുകളും ശരിയായി വന്നു, നമുക്ക് ജോലി മാത്രം ശരിയാകുന്നില്ല. അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ലെറ്ററും കാത്ത് ഞങ്ങൾ ഒരുപാട് ദിവസമായി ഇരിക്കുകയാണ് എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർ, എല്ലാ ജാതകങ്ങളും ഒത്തുവരും, പക്ഷേ അവസാന നിമിഷമാകുമ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് അത് തടസ്സപ്പെട്ടു പോകുന്നു എന്ന് പറയുക. മാത്രമല്ല, ശുഭവാർത്തകളൊന്നും നമ്മുടെ വീടുകളിൽ നടക്കാതിരിക്കുക, മംഗളകരമായ കാര്യങ്ങളെല്ലാം തള്ളിപ്പോവുക, അതുപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാതിരിക്കുക, ഒരു കാര്യവും ഇല്ലെങ്കിലും ഭാര്യയും ഭർത്താവും ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ആ പ്രശ്നങ്ങൾ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുക. എത്ര ശ്രമിച്ചിട്ടും ഈ പ്രശ്നങ്ങളെ ഒന്നും തന്നെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ കൂടെയുള്ളവർ, അതായത് നിങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും നിൽക്കുകയും പക്ഷേ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമുക്കറിയില്ല, നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടായിരിക്കും അവരോട് ഓരോ കാര്യവും പങ്കുവെക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ളവർ പറയുമായിരിക്കും, അവരോട് ഈ കാര്യം പറയരുത്, അവരെ കാണുമ്പോൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് എന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മൾ എന്താ വിചാരിക്കുക, ഇത്രയും വർഷമായി നമ്മളോടൊപ്പം നടക്കുന്നവരല്ലേ, നമ്മളെ വഞ്ചിക്കില്ല, നമ്മളെ നോക്കി ഒരു തരത്തിലും അസൂയപ്പെടില്ല എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു നല്ല വസ്ത്രം വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ നമുക്ക് പണം വന്നു ചേരും എന്ന് നമുക്ക് ഉറപ്പായും വിശ്വാസമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവരുമായി പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർ മൂലം തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ദൃഷ്ടിദോഷം സംഭവിക്കുന്നത്. ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ എല്ലാ വീഡിയോകളിലൂടെയും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കല്ലേറ് കൊണ്ടാലും കണ്ണേറ് കൊള്ളരുത് എന്ന്. അതായത് കല്ലേറ് കൊണ്ടാലും ആ മുറിവ് ഉണങ്ങിപ്പോകും, പക്ഷേ ദൃഷ്ടിദോഷം മൂലമുണ്ടാകുന്ന ആ ഒരു കണ്ണേറ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ഒരുപാട് പ്രയാസമാണ്. ആ ദൃഷ്ടിദോഷം മൂലം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതെല്ലാം മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധ മൂലമായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കാതെ വരുന്നത്. ഒന്നും വേണ്ട, നമ്മൾ വീടുകളിൽ തന്നെ ദൃഷ്ടിദോഷം മാറ്റിയെടുക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമുക്ക് അതൊന്നും ചിന്തിക്കുവാൻ പോലും സമയമില്ല. നമ്മൾ എന്താ വിചാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടെ അസുഖം വരുന്നത്, എന്തുകൊണ്ടാണ് പാഴ്ചിലവുകൾ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഇല്ലാത്തത്, എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമെന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ സൊല്യൂഷൻ എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദോഷങ്ങൾക്കെല്ലാം പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ, എന്താണ് എന്ന് കാരണം കണ്ടുപിടിക്കാതെ അതിൻ്റെ മരുന്ന് മാത്രമാണ് അന്വേഷിക്കുന്നത്.
അപ്പോൾ നമുക്ക് മനസ്സിലായി ദൃഷ്ടിദോഷം മൂലമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ബാധിക്കുന്നത്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ ദൃഷ്ടിദോഷത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമ്മൾ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്നുകൂടി കാണാം. ഈ പരിഹാരം നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്. സാധാരണ എത്ര വലിയ ദൃഷ്ടിയെയും ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഞായറാഴ്ച ദിവസം നമ്മൾ ഉഴിഞ്ഞിടുന്നത് മൂലം സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഉഴിഞ്ഞിടേണ്ടത്, ഏതു സമയത്താണ് ഉഴിഞ്ഞിടേണ്ടത് എന്നെല്ലാം കാണാം. ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 6:30-ക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, അത് നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വരെ ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിലുള്ള ഏതെങ്കിലും മുതിർന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാം. കുടുംബത്തിലെ എല്ലാവരെയും നിർത്തി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഉഴിഞ്ഞിടാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് ഈ ഞായറാഴ്ച ദിവസത്തിൽ ദൃഷ്ടിദോഷം മാറുവാനായിട്ട് നമുക്ക് ഉഴിഞ്ഞിടാൻ വേണ്ട സാധനങ്ങൾ എന്ന് നോക്കാം. ഇതിനായിട്ട് വെൺകടുകാണ് ആവശ്യം. വെളുത്ത നിറത്തിലുള്ള കടുക് മാർക്കറ്റുകളിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്. ഒരു കൈപ്പിടി വെൺകടുക്, അതിനോടൊപ്പം തന്നെ കുറച്ച് കല്ലുപ്പ്, ഒരു കൈപ്പിടി അളവോളം നമുക്ക് എടുക്കാവുന്നതാണ്. കൂടെ തന്നെ 7 ഗ്രാമ്പൂവും എടുക്കാം. ഇത് നമ്മുടെ കൈകളിൽ വയ്ക്കുവാൻ സാധിക്കുമെങ്കിൽ കയ്യിൽ വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ വെച്ചതിനു ശേഷം നമ്മുടെ കൈകളിൽ വെച്ച് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കിഴക്കു ദിശ നോക്കി നിൽക്കുവാനായിട്ട് പറയുക. അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസിൽ 7 തവണ നമുക്ക് അവരെ ഒഴിയാവുന്നതാണ്. അതായത് ഇടതുവശത്ത് നിന്നും വലതുവശത്തിലേക്ക് 7 തവണ ഒഴിഞ്ഞതിനു ശേഷം ഇതിനെ നമുക്ക് ഒരു മൺചിരാതിലിട്ട് കത്തിച്ചു കളയാവുന്നതാണ്. വെളിയിൽ വെച്ച് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ പരിഹാരം ചെയ്തതിനു ശേഷം നമ്മുടെ വീട്ടിലുള്ളവരെ കാലുകൾ കഴുകിയതിനു ശേഷം മാത്രം കിടന്നുറങ്ങുവാനായിട്ട് പോകുവാൻ പറയുക. വീട്ടിലെ അമ്മമാർ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഈ കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ല നമ്മുടെ വീടുകളിൽ വേറെ ആരും ഇതുപോലെ ചെയ്തു തരാൻ ഇല്ല, ഞങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെല്ലാം ഒഴിഞ്ഞതിനു ശേഷം സ്വയം നമ്മൾ നിന്നുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇതുപോലെ 7 തവണ ചുറ്റിയിട്ട് അതിനുശേഷം ഇത് കത്തിക്കുക. ഇത് കത്തിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഇത് തീയെല്ലാം അണഞ്ഞതിനു ശേഷം ആ ചാരം നമുക്ക് കുപ്പിയിലേക്ക് ഇടാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആരാണോ ചെയ്തിരിക്കുന്നത് അവരും പോയി കാലുകൾ കഴുകിയതിനു ശേഷം നമുക്ക് വീട്ടിനകത്തേക്ക് പോകാവുന്നതാണ്. അപ്പാർട്ട്മെൻറ്റുകളിൽ ഇരിക്കുന്നവരാണെങ്കിൽ ബാത്റൂമിൽ പോയി കാലുകൾ കഴുകി ബാക്കിയുള്ള പണികൾ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ തുടർച്ചയായി എല്ലാ ഞായറാഴ്ചകളിലും ഈ ഒരു പരിഹാരം ചെയ്തു നോക്കുക. ഉറപ്പായും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റിവിറ്റികൾ നിങ്ങളെ വിട്ട് പൂർണ്ണമായും മാറിപ്പോകുന്നതായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കി വരുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുകയും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ് എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയും അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങളായിരിക്കും വരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൂചനകളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്ര തന്നെ വരുമാനമുണ്ടെങ്കിലും 1 രൂപ പോലും കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും വിശ്വസിക്കരുത്. പ്രധാനമായും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറെക്കുറെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പ്രധാനപ്പെട്ട പരിഹാര മാർഗം തന്നെയാണ്. കൂടാതെ തന്നെ നമ്മൾ ഏതൊരു സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും ആദ്യം നമുക്ക് അറിയുന്നവർക്ക് കാണിച്ചു കൊടുക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മൾ ആദ്യം മാറ്റിവെക്കുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുന്നത്, ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം, ഇവർ എങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതെന്ന്. ഒരു പക്ഷേ നിങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ചേർത്തി വെച്ചിട്ടായിരിക്കും ഒരു തരി പൊന്നോ അല്ലെങ്കിൽ ഒരു വസ്ത്രമോ അല്ലെങ്കിൽ വീടുകളിലേക്ക് വേണ്ട ഗൃഹോപകരണങ്ങളോ വാങ്ങിക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ, നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയ പൈസയാണ് അത്. അവർ വിചാരിക്കും ഇവർക്ക് പെട്ടെന്ന് പണം വന്ന് ചേർന്നിരിക്കുകയാണ്, ഇവർക്ക് എവിടെ നിന്നോ പണം വന്നിരിക്കുകയാണ്, ഇവരെന്തെല്ലാമോ ചെയ്താണ് പണം ഉണ്ടാക്കുന്നത് എന്നെല്ലാം ചിന്തിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെയെല്ലാം തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിഹാര വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.